നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് വഞ്ചിയൂർ എന്നുള്ള സ്ഥലത്താണ്. ഇവിടെ വന്നതിനൊരു പ്രധാന കാരണമെന്ന് വെച്ചാൽ നല്ല സീ ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലിനെ കുറിച്ച് അറിഞ്ഞിട്ടാണ്. ആ ഹോട്ടലിൻ്റെ പേരാണ് നാടൻ കടയും വീട്ടിലെ ഊണും. പേര് പോലെ തന്നെ കുറച്ച് അമ്മുമ്മമാരും ചേച്ചിമാരൊക്കെ നിന്ന് പാചകം ചെയ്ത് വീട്ടിലെ ഊണ് തരുന്ന ഒരു ഹോട്ടലാണ്. ഓക്കെ, നമുക്ക് ഇന്ന് ആ ഹോട്ടലിൻ്റെ രുചിയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് അറിയാൻ പോകുന്നത്. വരും, നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. പന്ത്രണ്ട് 12:30ക്കാണ് ഇവിടെ ഊണ് തയ്യാറാകുന്നത്. ആ സമയത്തേക്ക് ഇവിടെ നല്ല തിരക്കാണ്. കാര്യം കോടതിയുടെ പരിസരമാണ്. അത് കാരണം തന്നെ വക്കീലന്മാരായാലും കോടതിയിൽ വർക്ക് ചെയ്യുന്നവരായാലും അല്ലാതുള്ള ആളുകളായാലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു തിരക്കാണ്. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിൻ്റെ പല രീതിയിലുള്ള വിഭവങ്ങൾ ഇവിടെ ഉണ്ട്. സ്പെഷ്യലാണതിവിടെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ അടുക്കള വിശേഷങ്ങൾ ഒന്ന് കാണാം. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ പുളിശ്ശേരി തയ്യാറായിരിപ്പുണ്ട്. അതുപോലെ തന്നെ മോരും തയ്യാറായിരിപ്പുണ്ട്. അപ്പോൾ ചെയ്ത് വെച്ചതാണ്. നല്ല വെന്ത് കുഴഞ്ഞിരിപ്പുണ്ട് കപ്പ. ആവി പറക്കുന്ന അവിയലാണ്. സാമ്പാറും തയ്യാറായിട്ടുണ്ട്. ശേഷം ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിക്കഴിഞ്ഞു. അടുപ്പിൽ ക്യാബേജ് തോരൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊരു അടുപ്പിൽ ചൂര കറി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊഞ്ച് തീയലാണ് റെഡിയായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അമ്മ? കൊഞ്ച് തീയൽ. അപ്പുറത്ത് കാണവാ. അമ്മയുടെ പേരെന്താണ്? ഇന്ദിരാമ. എത്ര വർഷമായി ഇവിടെ? അത് ഇത് തുടങ്ങിയിട്ട് 5.5 കൊല്ലമായി. ആദ്യം തൊട്ടേ ഉണ്ട്. ഇവിടെ എല്ലാവരും എനിക്കറിയാൻ പറ്റിയത് ബന്ധുക്കളും സ്വന്തക്കാരുമാണ് ഇവിടെ നടത്തുന്നതെന്നാണ്. ആണല്ലേ? കാര്യം ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നേരത്തെ ബന്ധുക്കളാണ്. നേരത്തെ ഈ ഫീൽഡിൽ ഉണ്ടായിരുന്നവരല്ല. ഞാൻ ഇവിടെ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ദിരാമ്മ അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലായിടത്തും ഓടി നടന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഇപ്പം മീൻ ഗ്രേവി ഇളകിക്കൊണ്ടിരിക്കുകയായിരുന്നു. നേരെ അത് അപ്പുറത്ത് പോയി കണവ തോരൻ ഇളക്കി കൊടുക്കുന്നു. അതിനടുത്ത കൊഞ്ചിൻ്റെ അടുത്ത് ഇപ്പം നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ടോട്ടലി ഭയങ്കര ആക്റ്റീവായിട്ടാണ് ഞാൻ ഇവിടെ അമ്മയെ കാണുന്നത്. ഇവിടെ അപ്പോൾ തകൃതിയായിട്ട് ഫുൾ പാചകം സെറ്റപ്പ് അമ്മയായാലും ചേച്ചിമാരായാലും ഫുൾ നടക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇതിനിടയ്ക്ക് കിട്ടിയ ഒരു അവസ്ഥയിൽ ഇതാ കണ്ട എപ്പോൾ ഓടാൻ വേണ്ടി നിൽക്കുകയാണ് റെഡിയായി. അപ്പോൾ അമ്മ ഇത് പറഞ്ഞതുപോലെ 5.5 വർഷമായി ഇവിടെ. അമ്മയ്ക്കിപ്പോൾ എത്ര വയസ്സായി? 67 വയസ്സായി. ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഇവിടെ ഉള്ളതിൽ ഞാൻ കണ്ടത് ഭയങ്കര ആക്റ്റീവായിട്ട് ഒരിക്കൽ ഇവിടെ നിൽക്കണ കാണാം, പിന്നെ അങ്ങോട്ട് നിൽക്കണ കാണാം. അത് ഉണ്ടല്ലേ? ഓക്കെ. കാര്യം അമ്മ എന്ന് പറയണതാണ് ഇവിടുത്തെ ചീഫ് കുക്ക് എന്ന് പറയാം. കാര്യം വെച്ചാൽ എല്ലാ കാര്യത്തിലും ചെന്ന് കാര്യം കറക്റ്റായിട്ട് കടുവറുത്ത് ഇടണതായാലും പുളി ഒഴിക്കണതായാലും പലപ്പോഴും ഞാൻ കണ്ട വേറെ ഉള്ളൊരു ആഹാരം പാചകം ചെയ്താൽ പോലും അതിനൊന്ന് ഫൈനൽ ടച്ച് ചെയ്യണത് അമ്മയാണ് അല്ലേ? ഇത് ചൂരയല്ലേ അമ്മ? ആ, ചൂര ഫ്രൈ ആണ് ആദ്യം കേട്ടോ. അപ്പോൾ മസാല ഇട്ട് വെച്ചങ്ങനെ ചൂര നേരെ എണ്ണയിലോട്ട് ഇടുകയാണ്. ഒരടുപ്പിൽ ഒരു ചട്ടിയിൽ നൊത്തോലിയും അടുത്ത ചട്ടിയിൽ വന്നിട്ട് ചൂര ആണ്. അപ്പോൾ ആദ്യത്തേൽ നെമ്മീനിട്ടു, രണ്ടാമത്തേൽ കൊഞ്ച് മസാല പൊട്ടി വെച്ചിങ്ങനെ കൊഞ്ചിട്ടൊക്കെയാണ്. ഇപ്പോൾ ഏകദേശം ഒരേ സമയം തന്നെ 5 ചട്ടികളിലാണ് മീൻ വറുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം ചൂര, നൊത്തോലി, അതുപോലെ തന്നെ ഇപ്പുറത്തെ നെമ്മീൻ, പിന്നെ വേറൊരു നെക്സ്റ്റ് ചട്ടിയിൽ നെമ്മീനാണ്. അതുപോലെ നടുക്ക് വന്നിട്ട് കൊഞ്ച് ഫ്രൈ ആണ്.
ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ മത്തി ആ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് മീനുകൾ വന്നിട്ട് അവിടെ അരപ്പ് പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ പുരട്ടി കൊണ്ടുവരണമോ വീട്ടിൽ നിന്ന്? ഇതിപ്പോൾ കാര്യം നമുക്ക് ഈ അരപ്പ് വന്നിട്ട് വീട്ടിൽ നിന്ന് അരച്ച് കൊണ്ടുവരികയാണ്. കാര്യം ഇവിടെ വെച്ച് മിക്സ് ചെയ്ത് ചെയ്യുന്നതല്ല. മില്ലിൽ ആട്ടിയ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതല്ലാതെ പാക്കറ്റ് വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മീനൊക്കെ വറക്കുമ്പോൾ നമുക്കൊരു അതിൻ്റെ ഒരു ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയുടെ മണം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. കടലിൽ ഏതൊക്കെ മീനുണ്ടോ ഏകദേശം അത്രയും മീൻ, അത്രയും ഇല്ലെങ്കിൽ പോലും ഏകദേശം അതിനോടടുപ്പിച്ച മീനുകൾ തന്നെ എൻ്റെ ആ മുന്നിലിരിപ്പുണ്ട്. അപ്പോൾ ഈ വശത്ത് ഞാൻ മീനിനെ പരിചയപ്പെടുത്താം. ആദ്യം ഇത് നെമ്മീൻ കറിയാണ്, കൊഞ്ച് തീയലാണ്. ഇത് ചെമ്പല്ലി ഫ്രൈ ആണ്. ഇത് വന്നിട്ട് നെമ്മീൻ ഫ്രൈ. ഇത് വീണ്ടും കൊഞ്ച് ഫ്രൈ. ഇത് കൂന്തൽ അല്ലെങ്കിൽ കണവ തോരനാണ്. ഇത് കൊഴിയാള മീനാണിത്. ഇത് ചൂര ഫ്രൈ, ചൂര കറിയാണ് അല്ലേ. മത്തി അൻഷം നമുക്ക് പൊതുവേ ട്രിവാൻഡ്രത്തുള്ളവർ അറിയാം, നവര മീനെന്ന് പറയുമല്ലോ, നവര. ഇതാണ് നവര. അൻഷം ഇത് അയലയാണ്, അയല മീനാണ് ഇത്. കണ്ട ഇതടുത്ത് വീണ്ടും ചീലാവ് ഫ്രൈ ആണ്. ചീലാവ് എന്നാണ് ഈ മീനിൻ്റെ പേര്. അതാ നല്ല ഫ്ലഷുള്ള മീനാണ്. അപ്പം ഇത്രയും മീനുകളാണ് എൻ്റെ അടുത്തിപ്പം എൻ്റെ ഊണിനോട് അനുബന്ധിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അതുമാത്രമല്ല, ഇവിടെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുമ്പം നമ്മൾ സാധാരണ ഒരു ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം മരിച്ചിനി ട്രിവാൻഡ്രത്ത് പറയുന്നത്, പൊതുവെ വെളിയിൽ പുറത്ത് പറയുന്ന കപ്പ എന്ന് പറയും. അപ്പോൾ കപ്പ വന്നിട്ട് കുറച്ച് വയ്ക്കുകയുള്ളൂ. ഇതങ്ങനെയല്ല, നമുക്ക് ടേബിളിൽ തന്നെ കപ്പ കൊണ്ട് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള കപ്പ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് കഴിക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് അടുത്തുള്ളത് സാമ്പാറാണുള്ളത്. സാമ്പാർ എന്ന് പറയുമ്പം നോർമലി നമ്മൾ ട്രിവാൻഡ്രം എടുത്തു കഴിഞ്ഞാൽ മിക്കയിടത്തും പരിപ്പ് കറി ഉണ്ടാവും. തിരുവനന്തപുരം വിട്ട് കഴിഞ്ഞാൽ പലയിടത്തും കാണില്ല. തിരുവനന്തപുരത്ത് എല്ലാ ഹോട്ടലിലും ഏകദേശം പരിപ്പ് കറിയുണ്ട്. പക്ഷേ ഇത്രത്തോളം സാധനങ്ങളുള്ളപ്പം, അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള സാധനങ്ങളുള്ളപ്പം ഇവിടെ പരിപ്പിന് പ്രാധാന്യമില്ല. സാമ്പാറാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പുളിശ്ശേരിയുണ്ട്. പുളിശ്ശേരിയുണ്ട്. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ഇപ്പോൾ കപ്പയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മീൻകറിയുണ്ട്. മീൻകറി ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടുവച്ചേക്കുന്നതാണ്. നമുക്ക് ആവശ്യമനുസരിച്ച് കറി എടുത്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഗ്രേവിയാണത്. പിന്നെ മോരുണ്ട്, പച്ചമോര്. അത് കഴിഞ്ഞിട്ട് ഉള്ളത് രസമാണ്. നല്ല രസം അല്ലേ. അപ്പം ഇത്രയും ഐറ്റമാണ് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളത്. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്വാഭാവികമായിട്ട് ഇത്രയും മീനുള്ളപ്പം മീനാണ് എടുത്ത് കഴിക്കേണ്ടത്. എന്നിരുന്നാൽ പോലും നമുക്ക് ജസ്റ്റ് സാമ്പാറിൽ നിന്ന് തുടങ്ങാം. കൊഞ്ച് തീയലാണ്. ഇത് വറുത്തരച്ച തീയലാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ പാചകം ചെയ്തപ്പോൾ കണ്ടു മുരിങ്ങയ്ക്കൊക്കെ ഇട്ടിട്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള തീയലാണ്. അപ്പോൾ എന്തായാലും മുരിങ്ങയ്ക്ക് ആദ്യം. സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിലെ ഊണെന്നുള്ളതുണ്ടല്ലോ ഇവിടുത്തെ ക്യാപ്ഷൻ, ഇവിടുത്തെ ഹോട്ടലിൻ്റെ പേരെന്നുള്ളത്. അപ്പോൾ അത് സത്യസന്ധമായിട്ടുള്ള എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം വെച്ചാൽ തീയലൊക്കെ പൊളി എന്നുള്ളതാണ്. ഞാൻ ഇപ്പം മുരിങ്ങയ്ക്ക് എടുത്ത് കഴിച്ചപ്പോൾ തന്നെ പൊളിയാണ് തീയൽ. നല്ല പുളിയുടെ നമുക്കൊരു ചെറുതായിട്ടൊരു പുളിയുണ്ടല്ലോ, ഇങ്ങനെ പുളി ആ തീയലിനത് വേണം. സാധനം തീയലിനത് വേണം, ഫ്ലാറ്റായിട്ട് നിന്നാൽ പോരാ. ആ പുളിയുടെ അംശം കുറച്ച് കൂടി നിൽക്കും തീയലിന്. നല്ല വറുത്തരച്ച തീയലിനൊക്കെ അങ്ങനെ തന്നെയാണ്.
അപ്പോൾ അത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്. ഇത് നെമ്മീനാണ് കേട്ടോ. അപ്പോൾ നെമ്മീനൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നല്ല എരിവുണ്ട് കേട്ടോ. ഇത് ചെമ്പല്ലിയാണ്. നല്ല ഫ്ലഷിയാണ്. സൂപ്പർ. എനിക്ക് നെമ്മീൻ കറിയെക്കാട്ടിലും ആക്ച്വലി ഫ്രൈ ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അതേപോലെ ആ മുളകിൻ്റെയൊക്കെ പറഞ്ഞില്ലേ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ആ മുളക് കൂട്ടിനുണ്ടെന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. കാര്യം ആ ഒരു സ്പെഷ്യാലിറ്റിയുടെ എലമെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ ചീലാവാണ്. അടുത്ത ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ചൂരക്കറിയാണ്. മുളക്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ തൊണ്ടൻ മുളകൊക്കെ നമ്മൾ സാധാരണ ട്രിവാൻഡ്രത്ത് ഉള്ളൊരു പ്രത്യേകത തൊണ്ടൻ മുളക്. ഒന്ന് കഴിച്ചു നോക്കാം. എനിക്ക് പൊതുവേ എരിവ് ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. നല്ല എരിവുണ്ടെന്നായാലും കേട്ടാ. ഇതിനെല്ലാം ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് കറികൾക്ക്, അതായത് കറിയെന്ന് വെച്ചാൽ ഈ തീയൽ, അതുപോലെ തന്നെ ഈ കറി ചൂരക്കറിയും അതുപോലെ തന്നെ നമ്മുടെ നെമ്മീൻ കറിക്കും ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സ്വല്പം മനഃപൂർവ്വം തന്നെയാണ് ഒരു സ്വല്പം പുളി കൂടുതലാക്കിയിട്ടുണ്ട്. അത് അതിൻ്റേതായ ഒരു രുചിയുണ്ട് അതിന് കേട്ടോ. കൊഞ്ച് ഫ്രൈ ചെയ്യാം. ഒരെണ്ണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത ഏതെടുക്കാമെന്നാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. അടുത്ത കണവത്തൊരെണ്ണം നമുക്ക് കഴിയാം. തേങ്ങ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതാണ് ഈ കണവ തോരൻ്റെ ഒരു പ്രത്യേകത. അതും കടുവറുത്തത് രുചിയും കൂടെ ആകുമ്പോഴേ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നോർമലി. ഇത് അയല മീനാണ്. അയല ഫ്രൈ ആണ്. ഒന്നും പറയാനില്ല കേട്ടോ. പൊളിയാണ് എന്തായാലും. ഇതെങ്ങനെ ഇത് മുഴുവൻ തീർക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ വിഷയം. ഇത് നമ്മളെ തിരുവനന്തപുരത്ത് പൊതുവേ കിട്ടുന്ന ഒരു മീന് നവര. നവരയൊക്കെ പിന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ജനിച്ച മീനാണ് നവര കേട്ടോ. അതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് നവരയൊക്കെ ഫ്രൈ എന്ന് പറയുന്നത്. പിന്നെ ഒരു അഹങ്കാരമില്ലാത്ത മീനാണ് കേട്ടോ. നല്ല ലെവലേശ അഹങ്കാരമില്ലാത്ത നമ്മൾ സാധാരണ മത്തി. മീനിലെ രാജാവെന്ന് പറയാം നെമ്മീൻ കേട്ടോ. അപ്പോൾ നമസ്കാരം. ഇതാണ് രമേശ് ചേട്ടൻ. ഈ കടയുടെ നമ്മുടെ ഈ എന്താ പറയുക ഈ കടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാക്ക് ബോൺ നട്ടെല്ലാണ്. കാര്യം വെച്ചാൽ ഞാൻ ചോദിക്കാനുള്ളത്
ഇത്രയും അമ്മമാരും ചേച്ചിമാരും ഇവിടെ ജോലി ചെയ്യുന്നു. എന്താണ് ഈ ഹോട്ടൽ തുടങ്ങാനുള്ള ചേതോവികാരം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് 5.5 വർഷം മുമ്പേ എന്ത് പറ്റി പെട്ടെന്നൊരു ഹോട്ടൽ? ഞാൻ ജനിക്കുന്ന എൻ്റെ അച്ഛൻ സാധാരണ ഒരു ചായക്കടക്കാരനായിരുന്നു. റോഡിൽ ചാലയിലായിരുന്നു. 50 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന കടയാണ്. 50 വർഷമായിട്ടുണ്ട്. ആ കട ഹോട്ടൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഓക്കെ, എവിടെയാണത്? അത് പൗറോസ് റോഡിൽ പഴയ ക്രൈംബ്രാഞ്ച് ഓഫീസിന്റെ ഓപ്പോസിറ്റായിട്ട് വരും. പൗറോസ് റോഡ് ഇപ്പോഴത്തെ റെയിൽവേയുടെ ബിൽഡിങ്ങിന്റെ എതിരായിട്ടാണ്. അന്നേരം അവിടെ നിന്നുകൊണ്ട് എനിക്ക് ഇത് 3 മാത്രമായിട്ട് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ ആ ജോലിക്കാരെ വെച്ച് ശ്രമിച്ചപ്പോൾ അത് രാവിലെ 5 മണി മുതൽ രാത്രി 1 മണി വരെ പ്രവർത്തിക്കുമ്പോൾ പുട്ട്, അപ്പം, പൊറോട്ട, ബീഫ്, ചിക്കൻ ഇങ്ങനെയൊക്കെയുള്ള കടയാണ്. അതിൻ്റെ ഇടയിൽ എനിക്കിത് എക്സ്ക്ലൂസീവായിട്ട് ചെയ്യാനായിട്ട് ഞാൻ വിചാരിക്കുന്നത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഊണ് മാത്രമായിട്ട് അത് ഹോട്ടൽ പണിക്കാർ അല്ലാത്തവരെ വീട്ടിലെ അമ്മമാരും വീട്ടിൽ നിന്നിട്ടുള്ളവരെ കൊണ്ട് മാത്രം വീട്ടിലെ അമ്മ മക്കൾക്ക് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ എത്രയും രുചിയും വൃത്തിയും ഭംഗിയായിരിക്കുള്ള ആഗ്രഹത്തോടെ ഡോക്ടറെ അടുത്തൊരു പേഷ്യന്റ് പോയാൽ ചിലപ്പോൾ ഹോട്ടലിൽ ഊണ് കഴിക്കില്ലെന്ന് പറയും. അവർ ഉദ്ദേശിക്കുന്നത് ഞാൻ ചോദിച്ചാൽ പറഞ്ഞ് അത് ഹോട്ടലിൽ വീട്ടിൽ കൊടുക്കുമ്പോൾ അല്ലല്ലോ. അപ്പോൾ വീട്ടിൽ കൊടുക്കുന്നത് തന്നെ കടയിൽ കിട്ടണം. പുതിയ രുചിയിടമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.